ഏജൻസികൾ അന്വേഷിച്ചില്ലേ? എവിടെ? കസ്റ്റംസ് അന്വേഷിച്ചില്ലേ? നമ്മുടെ കീഴിലാണോ? എവിടെ? ചുമ്മാ അങ്ങ് പറയുകയാണ്. രാവിലെ എണീച്ച് മാധ്യമങ്ങളെ പറഞ്ഞു കൊടുത്ത് ചില വലതുപക്ഷ മാധ്യമങ്ങളുമായിട്ട് ചേർന്ന് അങ്ങ് പ്രചരിപ്പിക്കുക. ഇതൊക്കെ ശരിയാണോ? ഇതാണോ രാഷ്ട്രീയം? ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഇതാണോ ജനങ്ങളുള്ള പ്രതിബദ്ധത? ഈ ഇല്ലാത്ത കള്ളങ്ങളെല്ലാം രാവിലെ എണീച്ച് പറയുന്നതല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ടോ? നിയമസഭയ്ക്ക് അകത്തോ പുറത്തോ? കുറ്റം കണ്ടുപിടിക്കുന്നതല്ലാതെ ഈ കുറ്റവും കുറവും അത് ആർക്കും എളുപ്പമാണ്. ഏറ്റവും എളുപ്പം നമ്മൾ ആളുകളുടെ കുറ്റം കണ്ടുപിടിക്കാനാണ്. ഒരാളെ ചുമ്മാ നോക്കിയിട്ട് ഇല്ല അവന് കോങ്ങണ്ണുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് വെറുതെ പറയാം. കോങ്ങണ്ണുണ്ടോ ഇല്ല നോക്കറിഞ്ഞു, പക്ഷെ വെറുതെ പറയാനല്ല അവന് കോങ്ങണ്ണുണ്ടോ എന്ന് തോന്നുന്നു. ഇല്ല അവന് കോങ്ങണ്ണുണ്ട്, എവനെ ഒരു ശരിയിലൊരു കോട്ടമുണ്ട് എന്നൊക്കെ വെറുതെ ആരുടെ കുറ്റവും പറയാം, ആരുടെ കുറ്റവും പറയാം എന്ന് പറയുന്നതൊക്കെ രാവിലെ എണീറ്റാൽ പ്രതിപക്ഷത്തിന് ജോലി. സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ എന്തെങ്കിലും ഒരു കുറ്റം പറയണം. ഉച്ചയ്ക്ക് മുമ്പേ ഒരു 12 മണിക്ക് മുമ്പേ കുറ്റം പറയും. BJPയുടെ ഒരാളുണ്ടായിരുന്നു സുരേന്ദ്രൻ സതീശൻ 12 മണിക്ക് പറഞ്ഞില്ലെങ്കിൽ സുരേന്ദ്രൻ 11 മണിക്ക് പറയും. ഇവരും മത്സരമായിരുന്നു, ഒരേ കാര്യം തന്നെ പറയുന്നു. ഇതൊന്നും എവിടെ? ഇതൊക്കെ എവിടെ? നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ആരോപണം ഉണ്ടെങ്കിൽ, ഇവിടുത്തെ മുൻ MLA അങ്ങനെ ആരോപണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തെളിവുകളുമായിട്ട് ഇങ്ങനെ കൈമുക്കി കാണിക്കാതെ തെളിവതായിരിക്കുന്നു, തെളിവിന്റെ ഇടുപ്പിലിരിപ്പുണ്ട്, ഇപ്പോൾ എടുക്കും, ഞാൻ പെട്ടി വെച്ചിരിക്കുകയാണ്, നാളെ എടുക്കും. കേരളത്തിലെ മാധ്യമങ്ങളെയും ജനങ്ങളെയും പറ്റിച്ചുകൊണ്ട് കാരണം എല്ലാ ദിവസവും ഇപ്പം റെഡിയാക്കി ഇപ്പോൾ എടുക്കും എന്ന് പറഞ്ഞു. ഇത് ശരിയാണോ എന്ന് മാത്രം നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരൂ. ഈ രാജ്യത്തെ നീതിപീഠങ്ങളുണ്ടല്ലോ, ആ നീതിപീഠങ്ങളുള്ള ഹൈക്കോടതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് കൊടുത്ത കേസിനെ കുറിച്ച് വാദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വക്കീൽ പറഞ്ഞു ഇത് പബ്ലിക് എന്താണ് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചു. കോടതി എന്താണ് ഇൻട്രസ്റ്റ്, നിങ്ങളുടെ താല്പര്യം എന്താണ്? അപ്പോൾ പറഞ്ഞു പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി തിരിച്ചു പറഞ്ഞത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അതായത് പരസ്യം കിട്ടാൻ വേണ്ടി, ആളാകാൻ വേണ്ടി കള്ളം പറയുന്നതാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പരാമർശിച്ചത് ഈ നാട്ടിലാണ്, കേരളത്തിന്റെ മണ്ണിലാണ്, മറക്കരുത്. ഇതാണ് ഇവരുടെ പരിപാടി. ഇത് നമ്മളൊരു പഴയ സിനിമയുണ്ട്, എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ്. എനിക്ക് പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ അറിയണം, ഇവർ പല കാര്യങ്ങളും പറയും, പക്ഷെ ഭരിക്കാതെ പോവുകയാണ്. ചിത്രം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, മോഹൻലാലിന്റെ സിനിമയാണ്. 365 ദിവസം ഓടിക്കുന്നത്, ഞാനും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ ശ്രീനിവാസന്റെ ഒരു കഥാപാത്രം. അപ്പോൾ മോഹൻലാൽ അടുത്ത തമ്പുരാനാകും എന്ന് തെറ്റിദ്ധരിച്ച്, മോഹൻലാലാണ് അടുത്ത തമ്പുരാൻ, മകളെ കല്യാണം കഴിച്ചു അടുത്ത തമ്പുരാനാകും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇയാളെ തമ്പുരാനാക്കാതിരിക്കാൻ വേണ്ടി ശ്രീനിവാസനും തമ്പുരാനാവും. അപ്പോൾ തമ്പുരാനാകാൻ വേണ്ടി ശ്രീനിവാസൻ ഭാര്യയും ഭർത്താവും കിടക്കുന്ന മുറിയിൽ ഒളിഞ്ഞു നോക്കി ഫോട്ടോ എടുക്കും. അപ്പോൾ ഈ അച്ഛൻ കണ്ടോണ്ട് വരും, ഒരൊറ്റ അടി വെച്ച് കൊടുക്കും. എന്നിട്ട് സുമാരി ചേച്ചി പോയി പറയും അത് ഏറ്റില്ല, എന്ത് പറ്റിയെന്നറിയില്ല എന്ന് പറയും. അപ്പോൾ സുമാരി പറയും അപ്പോൾ അതും പൊളിഞ്ഞു അല്ലേ, അതും പൊളിഞ്ഞു. അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥിതി. രാവിലെ എണീക്കുക, എന്തെങ്കിലും ഒരു വേല എന്താ ഈ കുറ്റം അതെന്റെ തമ്പുരാനാവരുത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 3ാം LDF സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് വെച്ചിട്ട് രാവിലെ എന്തെങ്കിലും ഒന്ന് പറയും, ഉച്ച കഴിയുമ്പോൾ അതും അങ്ങ് പൊളിഞ്ഞു. അപ്പം നാട്ടുകാർ പറയും അപ്പം അതും പൊളിഞ്ഞു അല്ലേ എന്ന് ചോദിക്കും. ചിത്രത്തിലെ ശ്രീനിവാസന്റെ അവസ്ഥയാണ് ഇവിടെ പ്രതിപക്ഷത്തിന്. ചെല്ലുന്നിടത്തെല്ലാം അടിയും മാച്ചുകൊണ്ട് പോരുകയും ചെയ്യും, എന്നിട്ട് പറഞ്ഞതെല്ലാം പൊളിയുകയും ചെയ്യും. പൊളിഞ്ഞു കഴിയുമ്പോൾ അയ്യോ അതും പൊളിഞ്ഞു എന്ന് പറയാം. ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ചും പോകുന്നൊരു മുന്നണിക്ക് വോട്ടില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കും.